ഞാനത് പല വേദികളിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഒരു ഞാൻ എഴുതിയ സിനിമയെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു സിനിമയെക്കുറിച്ച് ഏറ്റവും കുറച്ച് സംസാരിക്കേണ്ടത് എൻ്റെ റൈറ്ററാണ്. ഇന്ദ്രൻ സേട്ടൻ എന്ന് പറയുന്നത് എൻ്റെ ചങ്കാണ്. ഞങ്ങൾ അഭിനയിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു എനർജി, ഞങ്ങൾ എട്ട് സിനിമയായി എന്നാണ് എൻ്റെ കണക്കൂട്ടലിൽ എനിക്ക് മനസ്സിലാവുന്നത്. 8ാമത്തെ സിനിമ എന്നുമാണ്. എനിക്ക് ഒരു റൈറ്ററിനെ സന്തോഷിപ്പിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് വളരെ പാടുള്ള കാര്യമാണ്, പ്രത്യേകിച്ച് എന്നെ. ഞാൻ മ്യൂസിക്കിലാണ് ഇപ്പം എഴുതുന്ന സമയത്ത് വരെ എനിക്ക് മ്യൂസിക് കേട്ടുകൊണ്ട് എഴുതുന്ന ഒരാളാണ് ഞാൻ. കേൾക്കുന്നു എന്ന് പറഞ്ഞാൽ ഉള്ളിൽ കേട്ടുകൊണ്ട്. ഞാനത് പല വേദികളിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ എഴുതിയ സിനിമയെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു സിനിമയെക്കുറിച്ച് ഏറ്റവും കുറച്ച് സംസാരിക്കേണ്ടത് എൻ്റെ റൈറ്ററാണ്. കാരണം ഒരു എക്സ്പെക്റ്റേഷനിൽ മാത്രമേ റൈറ്ററിന് ഇരിക്കാൻ പറ്റൂ. ചെയ്തത് നന്നായി എന്ന വിശ്വാസത്തിൽ, അത് സ്വീകരിക്കപ്പെടുമെന്നുള്ള വിശ്വാസത്തിൽ ഇരിക്കാൻ മാത്രമേ ഒരു റൈറ്ററിന് അവകാശമുള്ളൂ. എന്നിരുന്നാലും അനന്തൻകാട് എന്ന ഈ ചിത്രം എൻ്റെ ഹൃദയത്തിൽ വളരെ അടുത്തുള്ളൊരു സിനിമയാണ്. ഇതിൻ്റെ കഥാതന്തു വളരെ മുമ്പ് വന്ന് വീണൊരു കാര്യമാണ്. ഇത് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് തിരുവനന്തപുരത്ത്, നിങ്ങൾക്കറിയാമോ എന്നറിയില്ല, തിരുവനന്തപുരത്തിൻ്റെ ഒരു പുരാതനമായ നാമമാണ് അനന്തൻകാട് എന്ന് പറയുന്നത്. എല്ലാ നഗരങ്ങളും ഒരു കാലത്ത് വലിയ വനങ്ങളായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ഈ കെട്ടിപ്പടുത്ത മോഡേണിറ്റിയുടെയും സിവിലൈസേഷൻ്റെയും ഒക്കെ സർഫസ് സ്ക്രാച്ച് ചെയ്ത് നോക്കിയാൽ നമുക്ക് ഇതിനകത്തൊരു വലിയ വനത്തെ കാണാൻ പറ്റും. അപ്പോൾ ആ വന്യത എത്ര തന്നെ ഡെവലപ്മെൻറ്റ് വന്നാലും, എത്ര തന്നെ മോഡേണിറ്റി വന്നാലും, നമ്മളുടെ ഹൃദയങ്ങളിൽ ആ വന്യത ഇപ്പോഴും അതുപോലെ തുടരുന്നു എന്നുള്ളത് സാക്ഷ്യപ്പെടുത്തുന്ന ഒരു സിനിമയായിരിക്കും അനന്തൻകാട്. പിന്നെ ടിയാന് ശേഷം എൻ്റെ സഹോദരൻ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാരിൽ ഒരാളാണ് കൃഷ്ണകുമാർ. അപ്പോൾ കൃഷ്ണകുമാറിന് വേണ്ടി ഈ ഒരു സിനിമ ടിയാൻ കഴിഞ്ഞ ഉടനെ ഞങ്ങൾ ടിയാൻ ചെയ്തപ്പോൾ കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ടായിരുന്നു, വേദാന്തവും സ്പിരിച്വാലിറ്റിയും. അപ്പോൾ അന്ന് ഞാൻ അത് കഴിഞ്ഞപ്പോൾ കൃഷ്ണകുമാറിന് ഒരു വാക്ക് കൊടുത്താണ്, എൻ്റെ ഹൃദയത്തിന് ഏറ്റവും അടുത്ത് നിൽക്കുന്ന തിരുവനന്തപുരത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഞാൻ കണ്ടതും കേട്ടറിഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചേർത്തിട്ടുള്ള ഒരു കഥ ഞാൻ എനിക്ക് തരാം, അതായിരിക്കും നമ്മുടെ സിനിമ എന്ന് പറഞ്ഞതാണ് 2ാമത്തെ സിനിമ. അതിനുശേഷം ഇപ്പോൾ 8 വർഷമായി. 8 വർഷത്തിന് ശേഷമാണ് അത് സാധ്യമായത്. ഒരു വലിയ ക്യാൻവാസിലുള്ള ചിത്രമാണ്. ഇതിന് വലിയ പ്രൊഡക്ഷൻ വാല്യൂസ് ആവശ്യമാണ്. അപ്പോൾ അതിന് തയ്യാറായി വന്ന മിനി സ്റ്റുഡിയോസിലെ വിനോദ് കുമാറിനോട് എന്നെ നന്ദി അറിയിക്കുന്നു. ഇതിലെ ഓരോ കഥാപാത്രവും, എൻ്റെ മുമ്പ് ഇരിക്കുന്ന ആര്യ, അപ്പാനി ശരത്, ദേവ്മോഹൻ, ശാന്തി, നിഖില, ഇന്ദ്രൻ സേട്ടൻ എന്ന് പറയുന്നത് എൻ്റെ ചങ്കാണ്. ഞങ്ങൾ അഭിനയിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു എനർജി, ഞങ്ങൾ 8 സിനിമയായി എന്നാണ് എൻ്റെ കണക്കൂട്ടലിൽ എനിക്ക് മനസ്സിലാവുന്നത്. 8ാമത്തെ സിനിമ എന്നുമാണ്. ഓരോ തവണ ഇന്ദ്രസേനെ കാണുമ്പോഴും ഒരു എനർജി എനിക്ക് ഇന്ദ്രസേൻ്റെ കയ്യിൽ കിട്ടാറുണ്ട്. ഇന്ദ്രൻ്റെ ഒരു നൈസർഗികമായ എല്ലാം എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇന്ദ്രസേനോട് വർക്ക് ചെയ്യാൻ. അതുപോലെ ഇതിലെ ഓരോ കഥാപാത്രത്തിനും തികച്ചും അനുയോജ്യരായിട്ടുള്ളവരെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതിൽ ആര്യ, ഞാൻ കടവുൾ എന്ന് പറയുന്ന ബാലാസാറിൻ്റെ സിനിമ ഞാൻ കാണുന്ന മോമെന്റ് തൊട്ട് ഈ കഥാപാത്രത്തിൻ്റെ ആദ്യത്തെ വാക്കുകൾ കടലാസിൽ പതിഞ്ഞ നേരം തൊട്ട് എൻ്റെ മനസ്സിലുള്ളൊരു മുഖമാണ് ഇത്, എൻ്റെ മനസ്സിലുള്ളൊരു ശാഠ്യമാണ് ഇത് ആര്യ തന്നെ ചെയ്യണം എന്നുള്ളത്. കാരണം ഹിസ് ഇൻറ്റൻസ് ഐസ്, ദ കൈൻഡ് ഓഫ് ഗ്രാവിറ്റാസ് ദാറ്റ് ഹി ബ്രിങ്സ് ടു ദ ടേബിൾ, ഇതൊക്കെ വളരെയധികം ആവശ്യമുള്ളൊരു കഥാപാത്രമാണ് ഇതിലെ മെയിൻ ക്യാരക്ടറായ വെട്ടിയുടെ ക്യാരക്ടർ. പിന്നെ നമ്മുടെ ഡിയർ സോൾസ്, അപ്പാനി, ദേവ്, എല്ലാവരും ഇതിന് അനുയോജ്യരായിട്ടുള്ള നടിനടന്മാരാണ്. ശാന്തി, ഇതിൽ ഏറ്റവും ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ശാന്തി ചെയ്യുന്നത്. എനിക്ക് ഒരു റൈറ്ററിനെ സന്തോഷിപ്പിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് വളരെ പാടുള്ള കാര്യമാണ്, പ്രത്യേകിച്ച് എന്നെ എന്ന് പറഞ്ഞാൽ എൻ്റെ കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ എനിക്ക് എപ്പോഴും ഞാൻ ഉൾപ്പെടെ ഉള്ളത് അത് ശരിയാണ് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഞാൻ ചെയ്യുന്ന ക്യാരക്ടേഴ്സ്, ഞാൻ എൻ്റെ കഥാപാത്രം ചെയ്യുമ്പോഴും ബാക്കി ആര് ചെയ്താലും എപ്പോഴും ഒരുപാട് സംശയങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാ നടന്മാരും ഇതിൽ, അഞ്ജലി, സാബു, എല്ലാവരും
ഇവിടെ സന്നിഹിതരായിട്ടുള്ളവരുടെ പേര് ഞാൻ പറയുന്നില്ല എന്നുള്ളൂ. വിജയരാഘവൻ ചേട്ടൻ, സുനിൽ, എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി ഞാൻ പറഞ്ഞുകൊള്ളുന്നു. പിന്നെ ഒരു സിനിമ അതിൻ്റെ സ്കോറും അതിൻ്റെ സിനിമാറ്റോഗ്രാഫിയും അതിൻ്റെ സൗണ്ട് ഡിസൈനും ബാക്കി എല്ലാ മേഖലകളും കൂടെ ഒത്തൊരുമിച്ച് വന്നില്ല എന്നുണ്ടെങ്കിൽ ആ സിനിമ പരിപൂർണമാവാനും ഉള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ എൻ്റെ സിനിമാറ്റോഗ്രാഫറായ യുവ, സൗണ്ട് ഡിസൈനേഴ്സായ വിഷ്ണു, അരുൺ, പിന്നെ അജ്നേഷ്, സ്കോർ ആണൊരു സിനിമയുടെ പാരലൽ നറേറ്റീവ്, സെക്കൻഡ് നറേറ്റീവ് എന്ന് പറയുന്നത്. സ്കോർ ഫെയിൽ ചെയ്താൽ സ്കോറിന് ഒരു പാരലൽ സ്റ്റോറി ടെല്ലിംഗ് ഉണ്ട് എപ്പോഴും ഒരു സിനിമയിൽ. ഞാൻ മ്യൂസിക്കിലാണ് ഇപ്പം എഴുതുന്ന സമയത്ത് വരെ എനിക്ക് മ്യൂസിക് കേട്ടുകൊണ്ട് എഴുതുന്ന ഒരാളാണ് ഞാൻ. കേൾക്കുന്നു എന്ന് പറഞ്ഞാൽ ഉള്ളിൽ കേട്ടുകൊണ്ട്. അപ്പോൾ സ്കോറിനെ കുറിച്ചും സ്കോർ ഒരു സിനിമയ്ക്ക് കൊടുക്കുന്ന ഒരു പാരലൽ നറേറ്റീവിനെ കുറിച്ചും എപ്പോഴും വളരെയധികം ബോധവാനായ ഒരു എഴുത്തുകാരനാണ് ഞാൻ. ആ നിലയിൽ ഇതിൻ്റെ സ്കോറിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇത് ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഈ 25-ാം തീയതി തിയേറ്ററിലെത്തുകയാണ്. ഒരു വലിയ ഓഡിയോ വിഷ്വൽ ഡിസൈനുള്ളൊരു സിനിമയാണിത്. അതുകൊണ്ട് ഇത് തിയേറ്ററിൽ തന്നെ നിങ്ങൾ ചെന്ന് കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി. താങ്ക് യു.